ഭൂരിഭാഗം ചെടിപ്രേമികളും ഇഷ്ടപ്പെടുന്നത് പൂക്കളുള്ള ചെടികൾ തന്നെയായിരിക്കും. പക്ഷെ മഴ കാരണം നമ്മുടെ ആ ഒരു പൂക്കൾ സമയത്ത് വിടരാതിരിക്കുന്നു, അതുപോലെ തന്നെ ചീഞ്ഞു പോകുന്നു. അത്തരം അവസരങ്ങളിൽ നമുക്ക് തോന്നും പൂക്കളേക്കാൾ പ്രത്യേക ആകർഷണമുള്ളത് ഈ ഒരു ഇതുപോലത്തെ ചെടികൾക്കായിരിക്കുമെന്ന് അല്ലേ. വാടുകയില്ല, കൊഴുകയില്ല, വിടരാതിരിക്കുകയില്ല, എപ്പോഴും ഇങ്ങനെ വർണ്ണ ഭംഗിയോടെ തന്നെ നിൽക്കും. അതുപോലെ തന്നെ ചെറിയ പരിചരണവും മതി, വലിയ പരിചരണങ്ങൾ ആവശ്യവുമില്ല. നമ്മുടെ കാർപോർച്ചിലോ അതുപോലെ തന്നെ ബാൽക്കണിയിലോ ഒക്കെ വെച്ച് കൊടുക്കാൻ മനോഹരമായ എത്ര ചെടികളല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ അധികം ചെടികളൊന്നുമില്ല, കുറച്ച് ചെടികൾ എനിക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ചെടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ ചെടികൾ, ഇതുപോലത്തെ ചെടികൾ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ മഴയൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല എന്ന്. മഴ പെയ്യുമ്പോഴും വെയിലുദിക്കുമ്പോഴും ഏത് സമയത്തും നമുക്ക് വർണ്ണ ഭംഗിയോടെ തന്നെ ഈ ചെടികൾ നമുക്ക് കാണാൻ കഴിയും. രാവിലെ എണീറ്റിട്ടൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ചെടി നോക്കറ എത്ര ഭംഗിയാണ്. അതിൻ്റെ ഇലകളൊക്കെ കാണാൻ മനോഹരമായ ഇലകൾ, വർണ്ണങ്ങൾ കൊണ്ട് ഇങ്ങനെ വാരി വിതറിയ ഇലകൾ ഒക്കെയാണ്. അതേപോലെ തന്നെ കുറേ ചെടികൾ നമുക്ക് ഇതിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് അരേലിയ ചെടികൾ, ഇത് വളരെ മനോഹരമാണ് കാണാൻ. അപ്പോൾ നമുക്ക് ചട്ടിയിലൊരു 4-5 ചട്ടിയെങ്കിലും ഇതേപോലെ ചെടികൾ വെച്ച് കൊടുത്തെങ്കിൽ നമ്മുടെ മുറ്റവും ബാൽക്കണിയും അകത്തളങ്ങളും എല്ലാം മനോഹരമാക്കാൻ പറ്റുന്ന ചെടികളാണ് അത്തരം ചെടികൾ. അപ്പോൾ നമുക്ക് വലിയ മുതൽ മുടക്കില്ല, അധികം വളം ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമുക്ക് ഇത് ചട്ടി ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ചെടി നിലത്താണ് നട്ടിട്ടുള്ളത്. നിലത്ത് തന്നെ ഇത് വട്ടത്തിൽ എത്രയോ നല്ല തിങ്ങി വിങ്ങി ഇങ്ങനെ നല്ല മനോഹരമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ ഗ്രാസ് ഇതൊക്കെ നമുക്ക് കുറച്ച് ചട്ടിയിൽ ഒന്നുമില്ലെങ്കിൽ 1-2 ചട്ടി മാത്രം